ശബരിമലയിലേക്ക് നൽകേണ്ട ഉയർന്ന ഗുണനിലവാരമുള്ള നെയ്യ് മറിച്ചുവിറ്റെന്ന ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് ക്ഷീരവകുപ്പ് ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട്. മിൽമയുടെ പത്തനംതിട്ട യൂണിറ്റിൽ നടന്ന വിജിലൻസ് പരിശോധനയിലാണ് അഴിമതി വിവരങ്ങൾ പുറത്തുവന്നത്. ശബരിമലയിലേക്ക് നൽകിയത് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നമെന്നും കണ്ടെത്തി. ശബരിമലയിലേക്ക് നൽകേണ്ട ഉയർന്ന ഗുണനിലവാരമുള്ള നെയ്യിൽ മിൽമയിൽ ഗുരുതര ക്രമക്കേട് നടന്നിരിക്കുകയാണ്. മിൽമയുടെ പത്തനംതിട്ട യൂണിറ്റിൽ വിജിലൻസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ഗൂഢാലോചനയും അഴിമതിയും വ്യക്തമാക്കുന്ന തെളിവുകൾ കണ്ടെത്തിയത്. ശബരിമലയിലേക്ക് നൽകേണ്ട ഗുണമേന്മയുള്ള നെയ്ക്ക് പകരം ഗുണനിലവാരം കുറഞ്ഞ നെയ്യാണ് മിൽമ വിതരണം ചെയ്തത്. പത്തനംതിട്ട യൂണിറ്റ് ഹെഡായും തിരുവനന്തപുരം ആസ്ഥാനത്തെ പ്രൊഡക്ഷൻ മാനേജറായും ഒരേ സമയത്ത് പ്രവർത്തിച്ചിരുന്ന ഷൈൻ ജോസഫ് എന്ന ഉദ്യോഗസ്ഥനെതിരെയാണ് അന്വേഷണ റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ. പത്തനംതിട്ടയിൽ നിന്ന് ഈ ടെൻഡർ ആവശ്യപ്പെട്ടതും തിരുവനന്തപുരത്തെ ആസ്ഥാനത്ത് നിന്ന് അതിനായി ശുപാർശ ചെയ്തതും ഇതേ ഉദ്യോഗസ്ഥനാണെന്നും ഇത് അംഗീകരിക്കാനായി ഇയാൾ നടത്തിയ ഇടപെടലുകൾ ദുരൂഹമാണെന്നും ക്ഷീരവകുപ്പ് ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നെയ്ക്കടത്തുമായി ബന്ധപ്പെട്ട കരാറിൽ മാർക്കറ്റിംഗ് വിഭാഗത്തെ പൂർണ്ണമായും മറികടന്നാണ് തയ്യാറാക്കിയതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തിരുവനന്തപുരം മേഖലാ യൂണിയനും പത്തനംതിട്ട ഭരണസമിതിയും ഈ ക്രമക്കേടുകൾക്ക് കൂട്ടുനിന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ പരിശോധനകൾ മറികടന്നാണ് ബാച്ച് നമ്പറുകളിൽ തിരിമറി നടത്തിയതെന്നാണ് നിഗമനം. നെയ് ക്രമക്കേടിന് പുറമെ ഗുരുതരമായ ആരോപണങ്ങൾ തിരുവനന്തപുരം മിൽമ യൂണിറ്റിനെതിരെ ഉയർന്നതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ പിരിച്ചുവിട്ടുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയത്. ജനം, തിരുവനന്തപുരം.